കല്യാണത്തലേന്ന് അതിരാവിലെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്കാണ് പോണത്. ഒരു 8:30 നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ടായിരുന്നേ. അവിടെ നടത്തുന്ന ഒരു കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നേരെ പോയൊരു റൂം എടുത്തു. ചേച്ചിയുടെ കല്യാണമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കല്യാണം തിരുവനന്തപുരത്തുള്ള ശാന്തഗിരി ആശ്രമത്തിൽ വെച്ചാണ്. തലേ ദിവസം തുടങ്ങി ഇവിടെ ചെക്കനും പെണ്ണിനും ചടങ്ങുകളുണ്ട്. അതാണ് നമ്മൾ തലേന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിയത്. റൂമൊക്കെ എടുത്ത് ഫ്രഷായി സാരി ഉടുത്തിട്ടാണ് നമ്മളിവിടെ ആശ്രമത്തിൽ പോണത്. എല്ലാവരും വെള്ള വസ്ത്രങ്ങളാണ് ഇവിടെ പൊതുവെ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. എനിക്കിവിടുത്തെ അന്തരീക്ഷം ഒരുപാട് ഇഷ്ടമായി. ഒരു താമരയുടെ ആകൃതിയിലാണ് ഈ ആശ്രമം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എല്ലാവരും വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് കുളിച്ച് ശുദ്ധിയോടെയാണ് പോലും ആശ്രമത്തിൽ എത്തേണ്ടത്. വല്ലാത്തൊരു ശാന്തതയാണ് ഇവിടെ. നല്ല ചന്ദനത്തിരിയുടെ വാസനയും കുറേ ചിരിച്ച മുഖങ്ങളും പ്രാർത്ഥനാ ജപങ്ങളല്ലാതെ വേറെ ശബ്ദങ്ങളോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത പച്ചപ്പ് നിറഞ്ഞ അതിശാന്തമായൊരു സ്ഥലം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചില ഫോട്ടോഷൂട്ട് വിശേഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥനാലയത്തിൻ്റെ ഉള്ളിലും മറ്റും വീഡിയോഗ്രാഫി അലൗഡല്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേ. കല്യാണത്തിനിടാനുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സും പൂജിക്കുന്നതും പ്രത്യേക പ്രാർത്ഥനയും മറ്റ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ലൈം കുടിക്കാൻ പോയി. ഇവിടെ എല്ലാ ദിവസവും 3 നേരം അന്നദാനമുണ്ട്. ലൈമും കുടിച്ച് നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. സാമ്പാറും ചക്കവിയലും നെല്ലിക്കാച്ചാറൊക്കെ കൂട്ടി വയർ നിറച്ച് ഫുഡും കഴിച്ച് നേരെ റൂമിൽ പോയി AC ഉണക്കി മൂടിപ്പോച്ച് കിടന്നുറങ്ങി. വൈകിട്ട് എഴുന്നേറ്റ് വീണ്ടും കുളിച്ച് വേറെ ഡ്രസ്സിട്ട് വേണം പോകാൻ. ഞാൻ വേറെ സാരി ഒന്നും എടുക്കാത്തതുകൊണ്ട് ഞാൻ ആൻറ്റിയുടെ ഒരു സാരി വാങ്ങി കൊടുത്തു. വൈകിട്ട് അവിടെ വേറെ തന്നെ ഒരു വൈബായിരുന്നേ. വൈകിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചടങ്ങെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുക്കനും പെണ്ണും ഗുരുവിന് ചാർത്താനുള്ള മുല്ലമാല കോർക്കണം. കല്യാണത്തിന് അതിരാവിലെ എഴുന്നേറ്റ് വിവാഹിതരാകാൻ പോകുന്നവർ ഒരുമിച്ച് വന്ന് ഈ മാല ഗുരുവിന് സമർപ്പിക്കേണ്ടതാണ്. മാലയൊക്കെ കോർത്ത് കഴിഞ്ഞ് രാത്രി ഫുഡും കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങി.